മുത്തശ്ശ വാ. മുത്തശ്ശ വാ. വേഗം വാ മുത്തശ്ശ. മുത്തശ്ശ വാ. എന്താ എന്തു വെച്ചു മോളെ? എന്നെ മുത്തശ്ശനെ കൊണ്ട് അയാൾ വരണുണ്ട്. അയാൾ ഇങ്ങെത്തി. ഞങ്ങൾ അയാളോട് അയക്കരുത്. നീ എന്തൊക്കെ പറയണേ? ആര് വന്നു? അതൊക്കെ പിന്നെ പറയാം. അയാൾ എന്നെ കണ്ട ആകെ കുഴപ്പം. എന്നെ വിട്ടുകൊടുക്കരുത്. ഞാനും മുത്തശ്ശൻ ഇവിടെ ഇല്ലെന്ന് പറയണം പ്ലീസ്. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് നോക്കി. മോളവിടെ ഇരിക്കും. ആരാ? യേശു വർമ്മ എന്ന് പറയും. തറവാട് പള്ളിക്കൽ. കൊച്ചു വർമ്മ എന്ന് വിളിച്ചാ മതി. വർമ്മകരെ ഇരിക്കൂ. നിർബന്ധിക്കരുത്, സമയം തീരെയില്ല. പിന്നെ ഞാൻ വന്ന കാര്യം, അവളെവിടെ? ആര്? ആ പെണ്ണെവിടെന്ന്? നിക്ക ലേഖ എവിടെ? ലേഖയോ? ഇവിടെ മീര എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ ഇപ്പോ അവളെ ഇവിടെ ഇല്ല. മീര മണ്ണാങ്കട്ട. ലേഖ വർമ്മ. അവളങ്ങനെ പേര് മാറ്റിയതുകൊണ്ടൊന്നും ഈ വർമ്മയുടെ നിന്ന് വഴുതിപ്പോവില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയാം? അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവളോട് മാത്രം പറഞ്ഞാ മതി വർമ്മയ്ക്ക്. അവളെ ആ കളവനെ ഇറക്കിവിടെ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ഇവിടെ ഇല്ല. എന്നെക്കാൾ സത്യസന്ധനാണ് ഭാഗവതരെന്ന് തോന്നിയോണ്ട് പറയാ. എനിക്കറിയാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ദയവേത് അവളെ എന്നോടൊപ്പം അയക്കണം. അയക്കാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, വർമ്മ. ഞാൻ പേരല്ല ചോദിച്ചത്, നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ബന്ധം? അതെ, നിങ്ങൾ അവളുടെ ആരാ? അച്ഛൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനാ അവളുടെ അച്ഛൻ. അല്ല, ഞാനുള്ളപ്പോ അവൾക്ക് വേറൊരു അച്ഛനുണ്ടായത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ചിരിച്ചു പോയതാ. അപ്പോ നാടകങ്ങൾ ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പറയാം. അവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. ഭാഗവതരെ വീടും ചോദിച്ചാ പോയത്. എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നണേ. അല്ല, എന്താണ്? എന്റെ മകളാണ് അവളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം. പക്ഷേ ഇപ്പൊ അവൾ എവിടുന്നാണ് വന്നെന്ന് അറിയുമ്പോ നിങ്ങൾ വിശ്വസിക്കും. അറിയോ നിങ്ങൾക്ക്? ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന പേഷ്യന്റ് ആണ് അവള്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ചന്തപ്പൻ ഗുരുക്കൾ വരണം. നിങ്ങളും കേൾക്കണം, എന്നിട്ട് മറുപടി പറയണം. ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന എന്റെ മകൾ ലേഖാവർമ്മ എങ്ങനെ ആലഞ്ചേരിയിലെ മകളായി? വർമ്മ എന്തു പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല. അവൾ എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്, കാർത്തൂന്റെ കഥയടക്കം. സത്യം. ആ സത്യമൊക്കെ വിളിച്ചു പറയാൻ ഭ്രാന്താശുപത്രിയിൽ അവളോടൊപ്പം കിടന്ന ആരാണെന്ന് അറിയോ? നിങ്ങളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളത് സത്യമല്ലേ? അവര് വിളിച്ചു പറയണ ഓരോ കഥകൾ കേട്ടാണ് ഇവൾ അവിടുന്ന് ചാടിപ്പോന്നത്. കൂടെ വേറൊരു ഭ്രാന്തൻ കിഴവൻ, ജോർജ് വർഗീസ്. അയാൾ ഉണ്ടാവുമല്ലോ അകത്ത്. കെട്ടിലമ്മ നാട് കടത്തിവിട്ട കാർത്തു ഗർഭിണിയായിരുന്നു എന്നുള്ളത് സത്യം. അത് 25 വർഷം മുമ്പ്. ഇപ്പൊ മകളായി വന്ന മീരയ്ക്ക് 18 വയസ്സേ ഉള്ളൂ എന്നുള്ളതും സത്യം. ഈ കള്ളക്കഥയൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ആലഞ്ചേരി തമ്പ്രാക്കൾക്ക്? ഇനിയും നിങ്ങൾക്ക് തെളിവാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കാം. പക്ഷെ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് അവളെ കൊണ്ടുപോകണം ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം, പക്ഷെ ഇപ്പോഴല്ല. ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ സമയം തരണം. സത്യം അറിയണം. അതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായാൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച ഞാൻ വരും. പറയാനല്ല, കൊണ്ടുപോകാൻ. അത് അവളോടും പറഞ്ഞേക്ക്. വരട്ടെ.
പറയുന്നതൊക്കെ സത്യാണോ? പറ, സത്യാണോ? സത്യം. സത്യം. എനിക്ക് മാപ്പ് തരണം. അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നെ വേണേ കൊന്നോളൂ, എന്നാലും അയാളോടൊപ്പം എന്നെ പറഞ്ഞേക്കരുത്. കുഞ്ഞു പറഞ്ഞൊക്കെ സത്യം. ആ വാക്കിന് മിണ്ടിപ്പോകരുത്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞില്ലേ കുറെ കഥകള്? അച്ഛാന്ന് വിളിച്ചപ്പോ എല്ലാം മറന്ന് ഞാനതങ്ങ് വിശ്വസിച്ചു, ആശ്വസിച്ചു. ഇപ്പൊ അയാളും എന്ന് പറയണു വേറൊരു കഥ. ഇനി ആ കഥയും മാറും. കഥകൾ ഒരുപാടുണ്ടാകും ഇവിടെ. അതെല്ലാം വിശ്വസിക്കാനും ബലിയാടാവാനും നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? ഞാൻ പറയുന്നൊന്ന് വേണ്ട. ഒരു ഭ്രാന്തി പെണ്ണിന് സമ്മാനമാണാനുള്ളതല്ല ആലഞ്ചേരി തമ്പ്രാക്കളുടെ ജീവിതം. ഈ നിമിഷം രണ്ടുപേരും ഇവിടെ ഇറങ്ങണം. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. എന്റെ കൺമുമ്പിൽ എന്നെ കണ്ടുപോകരുത്. വേണമെങ്കിൽ ഒരാഴ്ച വടക്കേപ്പറമ്പിൽ താമസിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടാച്ചാ പോവാം. അതൊക്കെ നിന്റെ ഇഷ്ടം. കുറച്ചു കാലം മകളായി കണ്ടുപോയതിന്റെ ഔദാര്യം കാണിക്കണമല്ലോ. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട. അവസാനമായിട്ട് പറയേണ്ട വാക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയണതിന് മുമ്പ് ഇറങ്ങുക. മുത്തശ്ശ, തമ്പ്രാക്കന്മാരുടെ ചങ്കും പറിച്ചോണ്ട് അവള് പോണത് താൻ കാണാനില്ലേ ചന്തപ്പ? പൊയ്ക്കോട്ടോ, പൊയ്ക്കോട്ടെ. ഇപ്പോഴാണ് തമ്പുരാക്കന്മാർ ശരിക്കും വെട്ടിൽ വീണത്. എടാ, ഈ വർമ്മയെ ആരാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് അറിയോ? ആരാ? ദൈവം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ റൈറ്ററെ. അടുത്ത ഞായറാഴ്ച വരൂന്ന് പറഞ്ഞ അയാൾ പോയിരിക്കുന്നത്. അയാൾ വരട്ടെ. അയാൾ വന്നാൽ സർവ്വവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നമുക്ക് അയാളെ സഹായിക്കണം. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട. എന്താ ചാത്തുക്കുട്ടി? എനിക്കൊരു മനസമാധാനവും ഇല്ല. ആ കുട്ടിയെ അങ്ങനെ ഇറക്കി വിടേണ്ടിയിരുന്നില്ല. ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. വടക്കേ പറമ്പിലേക്ക് അവള് പോയിട്ടില്ല, കരക്കാരും കണ്ടിട്ടില്ല. ഈശ്വര, നിന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുവാവോ? താൻ വിഷമിക്കാണ്ടിരിക്കുക, അവൾക്കൊന്നും വരില്ല. കരിയാത്തനെയും കുട്ടിനെയും ഞാൻ തിരക്കാൻ അവരല്ലേ വരുന്നത്? എന്തെങ്കിലും വിവരം കിട്ടിയോ കരിയാത്ത? ഇല്ല അമ്പ്ര, ഇനിയിപ്പം പാടത്തിന്റെ അപ്പുറത്ത് അന്വേഷിക്കാം. നമുക്കൂടെ ഒന്ന് പോയി നോക്കാം. വാ, നടക്കി വൈ മാറി കൊടുക്കട, വൈ മാറി. എന്താ കുഞ്ഞാലി? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കുഞ്ഞാലി? അത് പറഞ്ഞ തമ്പ്രാക്കൾ എന്നെ കൊന്നാലും വേണ്ടിയില്ല. ആ മേനെയും കുട്ടിനെ ഇറക്കി വിട്ടപ്പം എനിക്ക് സഹിച്ചില്ല. ഇനി കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ അമ്പ്രാനെ, അവരെന്റെ ചായപ്പീടിയലുണ്ട്. എനിക്ക് അവരെ വിടാൻ തോന്നിയില്ല. കുഞ്ഞാലി, നീ ആടാ തറവാട്ടി പറഞ്ഞവൻ ചന്തപ്പ.
ഓരോന്ന് കേട്ടപ്പോ പെട്ടെന്നൊരു ക്ഷോഭത്തില് എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊക്കെ നീ മറക്കണം. നിന്നെ ആലഞ്ചേരിയിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞാൻ പറ്റില്ല എന്ന് പറയരുത്. മേനും വരണം. ഞങ്ങൾ വന്നിട്ട് എന്തിനാ? ഏതായാലും അയാള് വന്ന് എന്റെ കുട്ടിയെ കൊണ്ടുപോകും, അത് ഉറപ്പാ. ഇല്ല, ആരും കൊണ്ടുപോവില്ല. അതെ, പറയുന്നത് ഞങ്ങളാണ്. ഇനി ഒരുത്തനും നിനക്ക് വേണ്ടി ഈ കരയിൽ കാലുകുത്തില്ല. വേണമെങ്കിൽ നിന്നെ അയാൾക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. കൊടുക്കാതിരുന്നതിന് കാരണം എന്താണെന്നറിയോ? കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ കണ്ടുപോയില്ലേ? മോള് കരയണ്ട. മോള് വാ. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛനുണ്ടാക്കിയ ബിസിനസിൻ്റെയും മറ്റു സ്വത്തുക്കളുടെ നടുവിൽ ഒറ്റപ്പെട്ടുപോയ അമ്മയ്ക്ക് ഒരു തുണ ആവശ്യമായി വന്നു. അങ്ങനെയാണ് കേശുവർമ്മ എൻ്റെ അമ്മയെ 2ാമത് വിവാഹം കഴിച്ചത്. ചെറുപ്പം മുതൽ എനിക്ക് അവളുടെ വെറുപ്പായിരുന്നു. ഭ്രാന്തില്ലാതിരുന്ന എന്നെ എല്ലാവരും ഭ്രാന്തിയെന്ന് വിളിച്ചപ്പോൾ സ്നേഹത്തോടെ എന്നെ തഴുകി ഉറക്കാൻ ഒരാൾ വന്നു. ആലഞ്ചേരിയിലെ കെട്ടിലമ്മ. ഷോക്ക് ട്രീറ്റ്മെൻറ്റുകളും പീഡനങ്ങളും പേടിപ്പെടുത്തുന്ന ഭ്രാന്തൻ സ്വപ്നങ്ങളുമായി മെന്റൽ ഹോസ്പിറ്റലിന്റെ ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയ എനിക്ക് കെട്ടിലമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. ആലഞ്ചേരിക്കാരെ പറ്റി, ഒരു ഗ്രാമത്തെ പറ്റി മുഴുവൻ. അതിലൊന്നായിരുന്നു കാർത്തൂന്റെ കഥയും. ഇടയ്ക്കിടയ്ക്ക് കെട്ടിലമ്മ ആ കഥകൾ പറഞ്ഞു തരുമ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഞാൻ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു രക്ഷാകേന്ദ്രം കണ്ടെത്തുകയായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തമ്പുരാനെ ഞാൻ അച്ഛനായി കണ്ടു. ആലഞ്ചേരിയിലെ ഇളമുറക്കാർ എൻ്റെ കളിക്കൂട്ടുകാരായി. ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യരും എനിക്ക് പ്രിയപ്പെട്ടവരായി. പേടി കൊണ്ട് കെട്ടിലമ്മയെ കാണാൻ വരാതിരുന്ന തമ്പുരാക്കന്മാരുടെ പഴയ കഥയിലെ കാർത്തൂന്റെ മകളായി അങ്ങനെ ഞാൻ സ്വയം മാറാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അപ്പോഴാണ് എനിക്ക് ഈ മുത്തശ്ശനെ കൂട്ടുകിട്ടുന്നത്. അത് വേറൊരു കടങ്കഥ. ഒരുപാട് സ്വത്തിന് നടുവില ഞാൻ ജീവിച്ചത്. ബന്ധുക്കളും സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടായപ്പോ ഞാനങ്ങ് മതിമറന്നുപോയി. പിന്നെ അറിഞ്ഞത് അവർക്കൊക്കെ വേണ്ടത് എന്നെ അല്ലായിരുന്നുവെന്ന്. എല്ലാത്തിനോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവരെല്ലാം കൂടി പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. അല്ലെന്ന് പറഞ്ഞിട്ട് ആര് വിശ്വസിക്കാൻ? ഭ്രാന്താശുപത്രി കിടന്ന് ചാകട്ടെ എന്ന് കരുതി. അപ്പോഴാ ഈ കൊച്ചിന്റെ കഥ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇവക്ക് വേണ്ടി ഞാൻ ക്യാപ്റ്റൻ മുകുന്ദമേനോനായി. ഇതൊന്നും ചെയ്തത് മനഃപൂർവ്വമായിരുന്നില്ല, ചെയ്യേണ്ടി വന്നു. ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അയ്യോ, മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അവള് ചെയ്തില്ലല്ലോ മേന്നെ. നിങ്ങളോട് ചെയ്തതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആലഞ്ചേരിയില് ആറ്റുനോറ്റിരുന്നൊരു പെൺതരി വന്നിട്ട് അവള് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഞങ്ങളുടെ മനസ്സ് പതറിപ്പോയി. മോളെ, ഇനിയെങ്കിലും നീ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അത് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹ. പിന്നെ ആ വർമ്മയുടെ കാര്യം അയാൾ വരട്ടെ, ബാക്കിയൊക്കെ ഞങ്ങൾ ആലഞ്ചേരിക്കാർ തീരുമാനിക്കും. വിടരുത്, എല്ലാത്തിനും തൂത്തുവാരി. സാർ, ഇവരെ അറസ്റ്റ് ചെയ്യണം സാർ. ഇവരെന്റെ മോളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. ഞങ്ങൾ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല. അല്ലേയുമല്ല, സത്യം മുഴുവൻ അറിയുമ്പോ സാറിന് മനസ്സിലാവും ആരാണ് കുറ്റവാളിയെന്ന്. എന്ത് സത്യമാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അവളുടെ സ്വത്തിനു വേണ്ടി രണ്ടാനച്ഛനായ നിങ്ങൾ അവളെ ഭ്രാന്തിയായി മുദ്രകുത്തി ഭ്രാന്താശുപത്രിയിലാക്കിയ കഥ, അവളെ പീഡിപ്പിച്ച കഥ. ഇവന്മാര് പറയുന്ന കള്ളക്കഥകളൊന്നും കേട്ട് സാറ് വിശ്വസിക്കരുത്. ആ പെണ്ണിനെ പിടിച്ചു വെച്ചതിന് തമ്പ്രാക്കന്മാർക്ക് എന്ത് ന്യായ പറയാനുള്ളത്? എന്ത് ന്യായമാ പറയാനുള്ളതെന്ന് കേൾക്കണോ ചേക്കുട്ടിക്ക്? കേൾക്കണം. ഇവളെ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? അവകാശം ഉണ്ടോ?
ജന്മം കൊണ്ടല്ലെങ്കിലും സ്നേഹം കൊടുത്തതിന്റെ പേരിൽ എന്റെ മകളായി കണ്ടതിന്റെ അവകാശം, ഇയാളുടെ മകന്റെ ഭാര്യയായതിന്റെ അവകാശം. ഇപ്പൊ വിശ്വാസമായോ എല്ലാവർക്കും? എടി നിന്നെ ഞാൻ അവിടെ. സാർ, ഇവർ പറഞ്ഞതെല്ലാം കള്ളമാണ്. ഇവളെ എനിക്ക് വിട്ടുതരണം. എന്നിട്ട് എന്തിനാ കൊണ്ടുപോയി കൊല്ലാനോ അതോ മുഴി ഭ്രാന്തിയാക്കാനോ? സർ, ദയവേദന ഇയാളോട് പായിക്കരുത് പ്ലീസ്. ഇനി ഇവളെ ഇവിടുന്ന് ആർക്കെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്റെ സമ്മതം കൂടി വേണം. സാറിനിപ്പോ മനസ്സിലായി കാണുമല്ലോ സത്യം എന്താണെന്ന്. സാറേ, ഇനിയും ഇയാളെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ജീവിക്കരുത്. സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട, ജീവിക്കരുള്ളൂ. സാറേ, ഇവരൊറ്റയ്ക്കല്ല. എല്ലാത്തിനും പിടിച്ചു കൊടുക്കണം. എന്താണ് നോക്കിക്കുന്നത്? താനും കേരളൂ. അളിയൻ നിന്നെ രക്ഷിക്കുന്നു. സന്തോഷമായിട്ടില്ല. ആലഞ്ചേരിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വിവാഹം നടന്നിട്ടില്ല, നടത്തേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. നാളെ ആലഞ്ചേരിലെ മുറ്റത്ത് ഒരു പന്തൽ വരും. അവിടെ നിറവറയും നിലവിളക്കും വെച്ച് വായ്ക്കുര വീട്ട് ഇവളെ സ്വീകരിക്കുവാൻ എല്ലാവരും ഒരുങ്ങി വരിക.